നോക്കിയൻ, കഠിനമായിട്ടുള്ള ഈ വേനൽ കാലഘട്ടത്തിൽ മധുരമുള്ള ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? നോക്കിയൻ, മധുരമുള്ള മാമ്പഴങ്ങൾ നൽകുന്ന മാവുകൾ, മധുരമുള്ള ചക്കപ്പഴം നൽകുന്ന പ്ലാവുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. നോക്കിയൻ, ഇത്തരം കഠിനമായിട്ടുള്ള ചൂടേറിയ അന്തരീക്ഷത്തിൽ മറ്റുള്ളവർക്ക് മധുരമുള്ള ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങൾ, തണൽ നൽകുന്ന വൃക്ഷങ്ങൾ, നമ്മുടെയൊക്കെ വലിയൊരു ആശ്വാസമാണ് ഈ വൃക്ഷങ്ങൾ എന്നൊക്കെ പറയണേ. പലപ്പോഴും ഈ വൃക്ഷങ്ങളെ നമ്മൾ വെട്ടി ചൂഷണം ചെയ്യുമ്പോഴാണ് പ്രകൃതിയിലെ ഈ അന്തരീക്ഷ വ്യതിയാനമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ആശ്രയിക്കുകയാണ് ഈ കാലഘട്ടത്തിലൊക്കെ ഈ പ്രകൃതിയെ തന്നെ. ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സ്നേഹമുള്ളവരെ. എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും മറ്റുള്ളവർക്ക് നന്മ നൽകാനായിട്ട് ഉതകുന്ന ജീവിതം നയിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് രുചി പകരുന്നതായിരിക്കണം, തണൽ നൽകുന്നതായിരിക്കണം, ദൈവത്തിലേക്ക് വഴി കാട്ടുന്നതായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. നല്ല ഒരു മനോഹരമായിട്ടുള്ള വചനവിചിന്തനം അതിനോടുകൂടി നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. സമരിയക്കാരി സ്ത്രീ പട്ടണത്തിലേക്ക് ഓടുന്നുണ്ട്. അവൾ കണ്ടത്, അനുഭവിച്ചത്, അവൾ മനസ്സിലാക്കിയ ഈശോയെ പകർന്നു കൊടുക്കുന്നുണ്ട്. ആ പട്ടണത്തിലുള്ളവരൊക്കെ വന്ന് ഈശോയെ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിൻ്റെ വാക്കുമൂലമല്ല, മറിച്ച് ഞങ്ങൾ അനുഭവിച്ച ഈശോയെ, ഞങ്ങൾ രുചിച്ചറിഞ്ഞ ഈശോയെ, ഞങ്ങൾ മനസ്സിലാക്കിയ ഈശോയെയാണ് ഇനി ഞങ്ങൾ മനസ്സിലാക്കിയത്, ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നതെന്ന്. സ്നേഹമുള്ളവരെ, ഈശോയെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഓരോ ദിവസവും ഈശോയെ മനസ്സിലാക്കുന്നവർക്ക്, ഈശോയെ സ്വന്തമാക്കുന്നവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നീ എത്രത്തോളം ഈശോയെ സ്വന്തമാക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ സാധിക്കും. ഒരു മനുഷ്യന് അവൻ്റെ അറിവ് നൽകണമെങ്കിൽ അവൻ ആ അറിവിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉണ്ടാവണം. ഈശോയെ നമുക്ക് പങ്കുവെച്ച് കൊടുക്കണമെങ്കിൽ ജീവിതത്തിൽ ഈശോയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം, അനുഭവിച്ചറിയാൻ പറ്റണം. ഓരോ ദിവ്യകാരുണ്യത്തിലും ഈശോ ഇത്തരം അനുഭവങ്ങൾ, ഇത്തരം എക്സ്പീരിയൻസുകൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ഈശോയെ രുചിച്ചറിയാനും ഈശോയെ സ്വന്തമാക്കാനും പങ്കുവയ്ക്കാനുമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.